ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമ കണ്ടു, കൽക്കി. എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്? 600 കോടി ബജറ്റിൻ്റെ സിനിമയാണ്. അതിലൊരു കോടി പോലും വേസ്റ്റ് ആക്കിയിട്ട് ഒരു കോടിയല്ല, 1 രൂപ പോലും വേസ്റ്റ് ആക്കാതെ ചെയ്തിട്ടുണ്ട്. അമ്മാരി എന്താ പറയുക, ഗംഭീര മേക്കിംഗ്, കിടിലൻ പടം. ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു എന്താ പറയുക, പിന്നെ മാർവൽ യൂണിവേഴ്സ് പോലൊരു സംഭവം സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. കിടിലൻ എന്ന കിടിലൻ, ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. നാഗശ്വിൻ സംവിധായകൻ, തിരക്കഥാ സംവിധായകൻ നാഗശ്വിൻ, അദ്ദേഹത്തിന് വലിയൊരു ഹെഡ്സ് ഓഫ് കൊടുക്കാം. കിടിലൻ മേക്കിംഗ് ആണ്, കിടിലൻ മേക്കിംഗ്, സൂപ്പറാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 600 കോടിയുടെ സിനിമയാണ്, ബജറ്റ് വരുന്ന സിനിമയാണ്. 1 രൂപ പോലും വേസ്റ്റ് ആക്കാതെ കിടിലനാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സിനിമ കാണുമ്പം ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ പുരാണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ 2898 AD ആ ഒരു കാലഘട്ടത്തിലെ ആണിപ്പോൾ കഥ നടക്കുന്നത്. ലോകം നശിച്ച് ആ ഒരു കാലഘട്ടമാണ് സംഭവം കാണിക്കുന്നത്. ആ ഒരു വിഷ്വൽസ്, കാര്യങ്ങൾ, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, CG വർക്കൊന്നും ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അമിതാഭ് ബച്ചനാണ് സിനിമയിലെ സ്കോർ ചെയ്തിട്ടുള്ള. അമിതാഭ് ബച്ചനാണ്. എന്താണ് കിട്ടുന്ന, ഒരു രക്ഷയില്ല, പൊളി എന്ന് തന്നെ പറയാം. പിന്നെ പ്രഭാസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രഭാസിൻ്റെ ഇൻട്രോ ലേശം കുറച്ചൊരു ബോറായ പോലെ തോന്നി എനിക്ക്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പൊളി തന്നെയായിരുന്നു. ഒരു കോമഡി കലർന്നുള്ളൊരു സംഭവമാണ്, അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ കീർത്തി സുരേഷിൻ്റെ ആ സൗണ്ടിലുള്ള ബുജി ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ദിശ പറ്റാണിയാണ് വേറൊരു നായികയായിട്ട് വന്നിട്ടുള്ളത്. വലിയ റോളൊന്നുമില്ല. പിന്നെ നമ്മുടെ മലയാളി അന്നാബനുണ്ട്, നല്ല റോളായിരുന്നു. ശോഭനുണ്ട്, പശുപതി ഉണ്ട്, അങ്ങനെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. ഒരുപാട് സർപ്രൈസ് പിന്നെ ക്യാമിയോ റോളുകൾ സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അതൊക്കെ നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട സംഭവം തന്നെയാണ്. കുറേയൊക്കെ സ്റ്റാർ വാർ, പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച്, നണ്ണ്, അങ്ങനെയുള്ള സിനിമകളുടെ കുറേ സംഭവങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. ഗാർഡിയൻ ഓഫ് ഗാലക്സി, മാഡ് മാക്സ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ അതിൽ ഈ ഹോളിവുഡ് മൂവീസിലെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്ലേസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് രസമുണ്ട് കണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് രസമുണ്ട് സംഭവം. പിന്നെ ആദിപുരുഷൊക്കെ നിങ്ങൾ കണ്ടാൽ എത്രയോ 400, 500, 600 കോടി മുടക്കിയിട്ട് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. തിയേറ്റർ മസ്റ്റ് വാച്ച് ഐറ്റമാണ്. 3 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. 3 മണിക്കൂർ. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ലേശം ഒരു ലാഗ് പോലെയൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് കഥയിലേക്ക് കണക്റ്റ് ആയതോടുകൂടി അത് രക്ഷയില്ലാത്ത രീതിയിൽ സംഭവം മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ എവിടെ ലേഖ കാര്യങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ അമിതാഭ് ബച്ചനും നമ്മുടെ പ്രഭാസും തമ്മിലുള്ള കുറച്ച് ഫൈറ്റ് ഉണ്ട്. 2 ഫൈറ്റ് ഉണ്ട്. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, അതിന് മുമ്പേ ഒരു ഫൈറ്റ് ഉണ്ട്. രക്ഷയില്ല, അത് സൂപ്പറായിരുന്നു. അതൊക്കെ അടിപൊളിയായിട്ടൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് മൂവിയാണ്. തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് എന്തായാലും കാണേണ്ട മൂവിയാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളെ പിന്നെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ള എനിക്കറിയില്ല. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടാൽ നഷ്ടമാവില്ല, പണം നഷ്ടമാവില്ല, വർത്ത് വാച്ചാണ് എന്നുള്ള ഉറപ്പാണ്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു സംഭവത്തിന് ഇത്രയും കോടികൾ മുടക്കിയ ആ ഒരു പ്രൊഡ്യൂസേഴ്സിനും ഒരു ഇതുണ്ട്, VFX കാര്യങ്ങളൊക്കെ. പിന്നെ നാഗശ്വിൻ രക്ഷയില്ല കേട്ടോ. നാഗശ്വിൻ ഈ മഹാഭാരത യുദ്ധമൊക്കെ കാണിക്കുന്നുണ്ട്. അതിലെ കുറേ പിന്നെ എന്താ പറയുക, കുറേ സർപ്രൈസുകളുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. പിന്നെ സർപ്രൈസുകളൊക്കെ തിയേറ്ററിൽ പോയി കാണണം. പിന്നെ അതിന് മുമ്പേ തന്നെ സ്പോയിലറുകൾ ഈ സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതിന് മുമ്പേ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അന്നപ്പോഴാണ് അതിൻ്റെ ഒരു വിഷ്വൽസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു സിനിമ. ക്വാളിറ്റിയാണ് മെയിൻ, ക്വാളിറ്റി. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ലേശം ഒരു അടിപൊളിയൊക്കെ ചെറിയ VFX ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നി. പക്ഷേ അതൊന്നും ഇവിടെ ഇല്ല. ശരിക്കും രോമാഞ്ചം വരുന്ന സീനുകളൊക്കെ ഒരുപാടുണ്ട്. കണ്ടു നോക്കുക, തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എനിക്കിവിടെ 11:30 ഷോ. 3 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. 2:35 സിനിമ കഴിയാൻ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും